ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ Ktet ആസ്പിരൻസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോവുകയാണ്. 5-6 ക്ലാസ്സുകളിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 പാർട്ടുകളിലായിട്ടാണ് നമ്മൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ദ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ദ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ദ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നൗ നോൺ ആസ് ഇസ്താംബുൾ. അപ്പോൾ അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ. രണ്ടാമത്തെ ചോദ്യം, Turks conquered Constantinople. Turks conquered Constantinople. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷമാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത്. Turks conquered Constantinople in 1453. 1453. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1453. മൂന്നാമത്തെ ചോദ്യം, റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. നമുക്കെല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്. റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി. നാലാമത്തെ ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനൈസൻസ്. ഇറ്റ് ഈസ് പെട്രാർക്ക്. ഫാദർ ഓഫ് റിനൈസൻസ് ഈസ് പെട്രാർക്ക്. സീക്രട്ടം ഈസ് ദ വർക്ക് ഓഫ് പെട്രാർക്ക്. സീക്രട്ടം ഈസ് ദ വർക്ക് ഓഫ് പെട്രാർക്ക്. അപ്പോൾ റിനൈസൻസിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. അതുപോലെ തന്നെ സീക്രട്ടം എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? പെട്രാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. അടുത്തത് ആറാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ഡിവൈൻ കോമഡി. ഹു ഈസ് ദ ഓഥർ ഓഫ് ഡിവൈൻ കോമഡി. ദാന്തെ. ഹു ഈസ് ദ ഓഥർ ഓഫ് ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പേര് ആരുടേതാണ്? ദാന്തെ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, മൊണാലിസ ഈസ് ദ ഫേമസ് വർക്ക് ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മൊണാലിസ ഈസ് ദ വർക്ക് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ ഈസ് ദ ഫേമസ് വർക്ക് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചി. എട്ടാമത്തെ ചോദ്യം, മൊണാലിസ ഈസ് പ്രിസർവ്ഡ് ഇൻ പാരീസ് മ്യൂസിയം. അപ്പോൾ മൊണാലിസ എന്ന് പറയുന്ന ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ് ഇന്ന് സംരക്ഷിച്ചു വരുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ പാരീസ് മ്യൂസിയം. പാരീസിലുള്ള മ്യൂസിയത്തിലാണ് മൊണാലിസ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് സപ്പർ ഈസ് ദ വർക്ക് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചി. The Last Supper is the work of ലിയനാർഡോ ഡാവിഞ്ചി. അടുത്തത് പത്താമത്തെ ചോദ്യം, ദ ആർക്കിടെക്ട് ഹു ബിൽഡ് ദ ഡോർ ഓഫ് ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റേരി. ദ ആർക്കിടെക്ട് ഹു ബിൽഡ് ദ ഡോർ ഓഫ് ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റേരി. ഇറ്റ് ഈസ് ലോറൻസ് ഗിബർട്ടി. അപ്പോൾ അത് മറന്നു പോകാൻ വേണ്ടി പാടില്ല, ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ലോറൻസ് ഗിബർട്ടി. അടുത്തത് 11ാമത്തെ ചോദ്യം, ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ. ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ കോപ്പർനിക്കസ്. തിയറി ഓഫ് സോളാർ സിസ്റ്റം ആരാണ്? കോപ്പർനിക്കസ്. അടുത്തത് 12ാമത്തെ ചോദ്യം, ഹു ഇൻവെൻറ്റഡ് ടെലസ്കോപ്പ്. Who invented telescope? ഗലീലിയോ ഗലീലി. അപ്പോൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗലീലിയോ ഗലീലി. അടുത്തത് 13ാമത്തെ ചോദ്യം, ഹു ലെഡ് ദ ഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി.
ഹൂ ലെഡ് ദ ഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. അപ്പോൾ അതാരാ? ഇറ്റ് മാർട്ടിൻ ലൂതർ. അപ്പോൾ ജർമ്മനിയിൽ ഫോർമേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് മാർട്ടിൻ ലൂതർ ആണ്. അടുത്തത് 14ാമത്തെ ചോദ്യം നോക്കുക. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളും അത് കണ്ടുപിടിച്ച വ്യക്തിയുമാണ് നമ്മൾ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക തന്നെ വേണം. ഏത് പരീക്ഷ എടുത്താലും ഇതിലുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. അപ്പോൾ ഇത് ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. അടുത്തത് 15ാമത്തെ ചോദ്യം. വാസ്കോ ഡ ഗാമ കെയിം ടു കേരള. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഏത് വർഷമാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻ 1498 അറ്റ് കാപ്പാടാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കാലുകുത്തിയ അല്ലേ? കേരളത്തിൽ കാലുകുത്തിയ സ്ഥലം എന്ന് പറയുന്നത് കാപ്പാടാണ്. വർഷം 1498. അടുത്തത് 16ാമത്തെ ചോദ്യം. ഹൂ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്? ഹൂ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്? അപ്പോൾ ആരാണ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും അതുപോലെ തന്നെ കോട്ടപ്പുറം ഫോർട്ടും നിർമ്മിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് പോർച്ചുഗീസുകാരാണ് ഈ രണ്ട് കോട്ടകളും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ടാക്കാം. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റിലാണ് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്? അപ്പോൾ അതെവിടെയാണ്? കണ്ണൂർ. അതുപോലെ തന്നെ കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഓർമ്മിച്ച് വെക്കുക. അടുത്തത് 17ാമത്തെ ചോദ്യം. ദ ആർട്ട് ഫോം ചവിട്ടുനാടകം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ചവിട്ടുനാടകം. അപ്പോൾ ചവിട്ടുനാടകം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഇറ്റ് ഈസ് പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷനാണ് ചവിട്ടുനാടകം. അടുത്തത് 18ാമത്തെ ചോദ്യം. ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ മലബാർ റീജിയൻ? The admirals of Zamorin's naval force led the resistance against Portuguese in Malabar region. മലബാർ ഏരിയയിൽ അല്ലെ മലബാർ റീജിയണിൽ സാമോറിൻസിന് വേണ്ടി സാമൂതിരികൾക്ക് വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെ പട നയിച്ചിട്ടുള്ള നാവിക പടത്തലവന്മാരെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ദ അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ മലബാർ റീജിയൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കുഞ്ഞാലി മരക്കാർ. അപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. അടുത്തത് 19ാമത്തെ ചോദ്യം. ദ ഡച്ച് ഗവർണർ ഹു ഇനീഷ്യേറ്റഡ് ദ കംപ്ലീഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് കേൾക്കുമ്പോൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഡച്ച് ഗവർണറുടെ പേര് വാൻ റീഡ്. The Dutch governor who initiated the completion of Hortus Malabaricus is Van Reed. അടുത്തത് 20ാമത്തെ ചോദ്യം. Who helped Van Reed in completing Hortus Malabaricus? It is ഇട്ടി അച്യുതൻ വൈദ്യർ. വേറെ എങ്ങനെ ചോദിക്കാം? വാൻ റീഡിനെ സഹായിച്ച മലയാളി എന്ന് കൂടി ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടാവാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇട്ടി അച്യുതൻ വൈദ്യർ, അദ്ദേഹമാണ് വാൻ റീഡിനെ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കൃതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 21ാമത്തെ ചോദ്യം. ബാറ്റിൽ ഓഫ് കുളച്ചേൽ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബാറ്റിൽ ഓഫ് കുളച്ചേൽ വാസ് ഇൻ 1741. ബാറ്റിൽ ഓഫ്
കുളച്ചൽ 1741. അടുത്തത് 22ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഇൻ സൂററ്റ്. സൂററ്റിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. അപ്പോൾ സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് സൂററ്റ് ഇൻ ഗുജറാത്ത്. അടുത്തത് 23ാമത്തെ ചോദ്യം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664. French East India Company was established in 1664. The headquarters of French East India Company. The headquarters of French East India Company, Pondicherry. The headquarters of French East India Company, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അടുത്തത് 25ാമത്തെ ചോദ്യം. ദ സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർസ്. ദ സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർസ്. The series of conflict between the French and the English in South India was known as Carnatic Wars. 26ാമത്തെ ചോദ്യം. ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം 1757. 1757. ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജുദ്ദൗള ആൻഡ് ബ്രിട്ടീഷ്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. ആരൊക്കെ തമ്മിൽ? സിറാജുദ്ദൗള ആൻഡ് ബ്രിട്ടീഷ്. ബാറ്റിൽ ഓഫ് ബക്സാർ. ബാറ്റിൽ ഓഫ് ബക്സാർ നടന്നത് 1764. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. പ്ലാസി 1757, ബക്സാർ 1764. 28ാമത്തെ ചോദ്യം. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വാസ് സൈൻഡ് ബൈ. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വാസ് സൈൻഡ് ബൈ ടിപ്പു സുൽത്താൻ ആൻഡ് ബ്രിട്ടീഷ്. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വാസ് സൈൻഡ് ബൈ ടിപ്പു സുൽത്താൻ ആൻഡ് ബ്രിട്ടീഷ്. അപ്പോൾ ശ്രീരംഗപട്ടണ ഉടമ്പടി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് നടന്നത്. അടുത്തത് 29ാമത്തെ ചോദ്യം. The policy of subsidiary alliance was introduced by. The policy of subsidiary alliance was introduced by Lord Wellesley. Lord Wellesley. Subsidiary alliance. സൈനിക സഹായ വ്യവസ്ഥ. Policy of subsidiary alliance was introduced by Lord Wellesley. അടുത്ത 30ാമത്തെ ചോദ്യം. The doctrine of lapse was executed by. The doctrine of lapse. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതാരാ? ലോർഡ് ഡൽഹൌസി. അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ലോർഡ് ഡൽഹൌസി. അടുത്തത് 31ാമത്തെ ചോദ്യം. ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ വാസ് നോൺ ആസ്. ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ വാസ് നോൺ ആസ് നഗോഡാസ്. അപ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാരെ അറിയപ്പെടുന്നതാണ് പട്ടുനൂൽ കൃഷി അല്ലേ. പട്ടുനൂൽ പുഴു കൃഷി ചെയ്യുന്ന ബംഗാളിലെ ആൾക്കാർ അറിയപ്പെടുന്ന പേരാണ് നഗോഡാസ്. അടുത്തത് 32ാമത്തെ ചോദ്യം. ദ ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ. ദ ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. 16th April 1853. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 16th April 1853. 1853 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്. അടുത്തത് ദ ഫസ്റ്റ് ട്രെയിൻ റാൻ ഇൻ ഇന്ത്യ വാസ് ഫ്രം. അപ്പോൾ 1853 ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ എവിടുന്ന് എവിടം വരെ ആയിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് ട്രെയിൻ റാൻ ഇൻ ഇന്ത്യ വാസ് ഫ്രം ബോംബെ ടു താനെ. ബോംബെ ടു താനെ. ദ ഫസ്റ്റ് ട്രെയിൻ റൺ ഇൻ കേരള വാസ് ഫ്രം. ഫസ്റ്റ് ട്രെയിൻ ഇൻ കേരള. അപ്പം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു 1853 April 16th അത് ബോംബെ ടു താനെ വരെയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിത്തുടങ്ങിയത് തിരൂർ ടു ബേപ്പൂർ. തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ്. ഇയർ 1861 മാർച്ച്.
1861 മാർച്ച്. അടുത്തത് 35-ാമത്തെ ചോദ്യം. ദ ലീഡർ ഓഫ് സാന്താൾ റെബല്യൻ. ദ ലീഡേഴ്സ് ഓഫ് സാന്താൾ റെബല്യൻ. സാന്താൾ കലാപത്തിലെ നേതാക്കന്മാർ. ദേ ആർ സിദ്ധു ആൻഡ് കാനു. അപ്പോൾ ഇവർ രണ്ടോ സിദ്ധുവും കാനു ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സാന്താൾ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര്. അപ്പോൾ സിദ്ധു ആൻഡ് കാനു ആർ ദ ലീഡേഴ്സ് ഓഫ് സാന്താൾ റെബല്യൻ. അടുത്തത് 36-ാമത്തെ ചോദ്യം. ദ സാന്താൾസ് വേർ ദ ഇൻഹാബിറ്റൻസ് ഓഫ്. ദ സാന്താൾസ് വേർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് രാജ്മഹൽ ഹിൽസ്, ബംഗാൾ. ബംഗാളിലുള്ള രാജ്മഹൽ കുന്നുകളിലാണ് ഈ സാന്താൾ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്നത്. അടുത്തത് 37-ാമത്തെ ചോദ്യം. നമ്മൾ സാന്താൾ കലാപം പഠിച്ചു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ പല തരത്തിലുള്ള റെബല്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ലീഡേഴ്സും അവരുടെ കേന്ദ്രവും അല്ലെങ്കിൽ അവരെവിടെയാണോ റെബല്യൻ നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ അടുത്തൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. രാജ ചെയ്ത് സിംഗ്. രാജ ചെയ്ത് സിംഗ് എന്ന് പറയുന്ന ലീഡർ അവധ് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു റെബല്യൻ നടത്തിയിരുന്നത്. അപ്പം ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. രാജ ചെയ്ത് സിംഗ് അവധ്. രാജ ചെയ്ത് സിംഗ് അവധ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി. പഴശ്ശിരാജ. പഴശ്ശിരാജ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്? മലബാർ. പഴശ്ശിരാജ മലബാർ. മരുത്തുപാണ്ഡ്യൻ. മരുത്തുപാണ്ഡ്യൻ ശിവഗംഗ. മരുത്തുപാണ്ഡ്യൻ ശിവഗംഗ. കിട്ടൂർ ചിന്നമ്മ കർണാടക. കിട്ടൂർ ചിന്നമ്മ കർണാടക. വേലുത്തമ്പി ദളവ ട്രാവൻകൂർ. വേലുത്തമ്പി ദളവ ട്രാവൻകൂർ. പാലിയത്തച്ചൻ കൊച്ചി. പാലിയത്തച്ചൻ കൊച്ചി. അപ്പോൾ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്കൊന്നും കൂടി നോക്കാം. രാജ ചെയ്ത് സിംഗ് അവധ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി. പഴശ്ശിരാജ മലബാർ. മരുത്തുപാണ്ഡ്യൻ ശിവഗംഗ. കിട്ടൂർ ചിന്നമ്മ കർണാടക. വേലുത്തമ്പി ദളവ ട്രാവൻകൂർ. പാലിയത്തച്ചൻ കൊച്ചി. അടുത്തത് 38-ാമത്തെ ചോദ്യം. കുണ്ട്ര പ്രൊക്ലമേഷൻ. കുണ്ട്ര പ്രൊക്ലമേഷൻ. അപ്പം കുണ്ടറ വിളംബരം. കുണ്ട്ര പ്രൊക്ലമേഷൻ നടന്ന വർഷം 1809. 1809. അത് നടത്തിയത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആരാണ്? വേലുത്തമ്പി ദളവ. ഇനി അടുത്തത് 39-ാമത്തെ ചോദ്യം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന വർഷം 1857 അറ്റ് മീററ്റ്. 1857 അറ്റ് മീററ്റ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകുന്നത്. അടുത്ത 40-ാമത്തെ ചോദ്യം. ഹു വാസ് ഡിക്ലെയർഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ ബൈ ദ റെബൽസ്. ഹു വാസ് ഡിക്ലെയർഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ ബൈ ദ റെബൽസ്. ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡ്. അടുത്ത ചോദ്യം. ലീഡേഴ്സ് ഹൂ ലെഡ് റിവോൾട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങളിൽ ഓരോരോ ആൾക്കാരായിരുന്നു ഈ ഒരു റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമുക്ക് ആ ഓരോ സ്ഥലവും അവിടെ ഉണ്ടായിട്ടുള്ള ലീഡേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഉറപ്പായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് കേട്ടൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ഈ ഒരു പോർഷനിൽ ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സിമ്പിളാണ്. നമുക്ക് നോക്കാം. കാൻപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. അപ്പോൾ കാൻപൂറിൽ താന്തിയ തോപ്പിയും നാനാ സാഹിബുമാണ് ലീഡേഴ്സ്. അടുത്തത് ഝാൻസി. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഝാൻസി റാണി നമുക്കെല്ലാവർക്കും അറിയാം. ഝാൻസി എന്ന് പറയുന്ന പ്രദേശത്തെ റാണി ലക്ഷ്മിഭായ് ആയിരുന്നു. പിന്നെ ഉള്ളത് ലക്നൗ. ഏറ്റവും കൂടുതൽ കേട്ടറ്റ് പരീക്ഷകൾക്കും അതുപോലെ തന്നെ മറ്റ് PSC പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലക്നൗവിൽ ആരാണ് നേതൃത്വം നൽകിയത്? ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. അത് നേരെ തലതിരിച്ച് ചോദിക്കാം. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ് നേതൃത്വം നൽകിയതെന്നും ചോദിക്കാം. അപ്പോൾ അത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ആറ കൻവർ സിംഗ്. അപ്പോൾ കാൻപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ആറ കൻവർ സിംഗ്. അടുത്ത 42-ാമത്തെ ചോദ്യം. ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് ദ റിവോൾട്ട് ബഹദൂർ ഷാ സെക്കൻഡ് വാസ് എക്സ്പെൽഡ് ടു. ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് ദ റിവോൾട്ട്
ബഹദൂർ ഷാ സെക്കൻഡ് വാസ് എക്സ്പെൽഡ് ടു. അപ്പോൾ നമ്മൾ യുദ്ധത്തിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇവർ തോറ്റുപോയി അല്ലേ. അപ്പോൾ ഇവർ തോറ്റുപോയ സമയത്ത് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കോ നാട് കടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടേക്കാണെന്നാണ് നമ്മുടെ 42ാമത്തെ ചോദ്യം. എവിടേക്കാണ്? റങ്കൂൺ. അപ്പോൾ റങ്കൂൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത്. അടുത്ത 43ാമത്തെ ചോദ്യം, ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇസ് കോൾഡ്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ വേഗം പോകുന്നത്. അപ്പം ദ സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇസ് കോൾഡ് പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചർ സെക്ടർ. അടുത്ത 44ാമത്തെ ചോദ്യം, ദ സെക്ടർ ദാറ്റ് മാനുഫാക്ചർ ഗുഡ്സ് മേക്കിംഗ് യൂസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ ആസ് റോ മെറ്റീരിയൽസ് ഈസ് കോൾഡ്. ദ സെക്ടർ ദാറ്റ് മാനുഫാക്ചർ ഗുഡ്സ് making use of the products of primary sector as raw material is called secondary sector or industrial sector. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്ടർ അറിയപ്പെടുന്നത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് ഉപയോഗിച്ചുള്ള ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്ട്സ് അത് വെച്ച് മറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടറിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ. അടുത്ത 45ാമത്തെ ചോദ്യം, ദ കലോറീസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ റൂറൽ ഏരിയ. ദ കലോറീസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട കലോറിയുടെ കണക്കാണ് ന്യൂട്രീഷ്യസ് ഫുഡിൽ എത്ര കലോറി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. It is 2400 calories. അപ്പം in rural area it is 2400 calories. The calorie intake of nutritious food in urban area അത് എത്രയാണ്? 2100 calories. അപ്പോൾ ഇത് നമുക്ക് മാറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം റൂറൽ ഏരിയയിലത്തെ ആൾക്കാർക്ക് ഒരുപാട് കലോറി ആവശ്യമാണ്. അതായത് 400 കലോറീസ് 200 and 400 കലോറീസ് ആണ് ആവശ്യമുള്ളത്. പക്ഷേ അർബൻ ഏരിയയിൽ 2100 കലോറീസ്, അതായത് 2100 കലോറീസ് ഇസ് നീഡഡ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വേണ്ടി പാടില്ല, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത 47ാമത്തെ ചോദ്യം, ഫുഡ് സെക്യൂരിറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഫുഡ് സെക്യൂരിറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ 2013. ഫുഡ് സെക്യൂരിറ്റി ആക്ട് വാസ് പാസ്ഡ് ഇൻ 2013. അടുത്ത 48ാമത്തെ ചോദ്യം, ദ പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ ചോദ്യം ഒന്നും കൂടി വായിച്ചു നോക്കുക, പോസ് ചെയ്തിട്ട് ആ ചോദ്യം അങ്ങനെ തന്നെ വായിച്ചു നോക്കുക. ദ പ്രോഗ്രാം ഓർ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അതായത് സെൽഫ് ഹെൽപ്സ് ഗ്രൂപ്പ്സിന് സബ്സിഡീസും അതുപോലെ തന്നെ ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ഏതാണെന്നാണ് ചോദ്യം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പോൾ ഈ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനിലൂടെ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നത്? ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ്. ബാങ്ക് ലോണുകൾ വഴിയും അതുപോലെ തന്നെ സബ്സിഡികൾ വഴിയും ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അടുത്ത 49ാമത്തെ ചോദ്യം, ദ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ത്രൂ വിച്ച് free supply of 10 kg of rice through ration shops to people who are above 65 years of age and having no income. അപ്പോൾ നമ്മൾ ഇനി പറയുന്നതും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. The program implemented by the government through which free supply of 10 kg of rice.
ത്രൂ റേഷൻ ഷോപ്പ്. അപ്പം റേഷൻ കടകൾ വഴി 10 കിലോ അരികൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടി ഏതാണ്, അല്ലെങ്കിൽ പദ്ധതി ഏതാണ്? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങൾക്കും അല്ല, പീപ്പിൾ ഹു ആർ എബവ് 65 ഓഫ് ഏജ് ആൻഡ് ഹാവിങ് നോ ഇൻകം, 60 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്ക്. അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു വരുമാനം ഒന്നുമില്ലാത്ത 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 10 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് അന്നപൂർണ. അന്നപൂർണ. അടുത്തത് 50ാമത്തെ ചോദ്യം. ദ പ്രോഗ്രാം ദാറ്റ് ഗ്യാരണ്ടീസ് 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു പേഴ്സൺ ഓഫ് ദ ഏജ് 18 ആൻഡ് അബവ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 100 ദിവസത്തെ തൊഴിൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നമ്മളതിനെ മലയാളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 7ാം ക്ലാസ്സിലെ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക്